സദ്ഗുരുഭ്യോ നമഃ. ഓം സഹനാവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രിയമുള്ളവരെ, സർവ്വസങ്കല്പങ്ങളും ഭാരതീയ ഋഷിപരമ്പരയുടെ പദകമനങ്ങളെ സമർപ്പിച്ചുകൊള്ളട്ടെ. ആഞ്ജനേയാശ്രമത്തിൻ്റെ 4ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഗുരുനിശ്ചയപ്രകാരം ഈ വർഷം നിശ്ചയിക്കപ്പെട്ട രാമായണ നവാഹയജ്ഞത്തിൻ്റെ സമാപന സദസ്സിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. കഴിഞ്ഞ മാർച്ച് മാസം 25-ാം തീയതി നമ്മുടെ വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്നേക്ക് ഏതാണ്ട് 25 ദിവസം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ആശ്രമത്തിൻ്റെ ഈ 4ാം വാർഷിക ആഘോഷത്തിൻ്റെ 25ാമത്തെ ദിവസമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ ഈ സമാപന സദസ്സിൽ എത്തി നിൽക്കുമ്പോൾ നാം ഓർക്കേണ്ടത്. 25-ാം തീയതി, മാർച്ച് മാസം 25-ാം തീയതി ഇവിടെ നിന്നും പുറപ്പെട്ട ശ്രീരാമരഥം കേരളത്തിലെയും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്കും വിശേഷാൽ ചടങ്ങുകൾക്കും എല്ലാം ശേഷം ഏപ്രിൽ മാസം 8-ാം തീയതി വൈകുന്നേരം ചെറുകോട് എത്തിച്ചേരുകയും 9-ാം തീയതി മുതലാണ് ഇവിടെ രാമായണ നവാഹയജ്ഞം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ശ്രീരാമരഥം ഇവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യക്രമങ്ങളെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് വളരെ ചുരുക്കി ആ രാമരഥത്തിൻ്റെ പരിക്രമണത്തിൻ്റെ രീതിയെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 25-ാം തീയതി നമ്മുടെ ആശ്രമത്തിൽ നിന്നും പകർത്തിയെടുത്ത ഭദ്രദീപം പ്രതിഷ്ഠിച്ചുകൊണ്ട് ശ്രീരാമസീത ആഞ്ജനേയരുടെ പഞ്ചലോഹ വിഗ്രഹവും ഗുരുക്കന്മാരുടെ ഛായാചിത്രവും വഹിച്ച് അഷ്ടലക്ഷ്മിമാരുടെ സംരക്ഷണത്തിൽ നവദുർഗമാരുടെ സാന്നിധ്യം കൊണ്ട്, നവഗ്രഹങ്ങളുടെ സങ്കല്പം കൊണ്ട്, ദശാവതാരങ്ങളുടെ സങ്കല്പം കൊണ്ട്, സോപാനവും കൊടിമരവും കൊടിക്കൂറയും വ്യാളിമുഖവും ഒക്കെ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ക്ഷേത്രമായിട്ട് ദക്ഷിണ ഇന്ത്യയിലെ കേരളം, കർണാടകം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ വിവിധ സന്യാസിമാരുടെ അനുഗ്രഹത്താൽ അവരുടെ എല്ലാം ആശീർവാദത്തോടു കൂടിയിട്ടാണ് ശ്രീരാമരഥം ഇവിടെ നിന്ന് പുറപ്പെട്ടത്. കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ ശ്രീരാമരഥത്തിന് സമാപന സമ്മേളനവും ധാർമ്മിക സമ്മേളനവുമെല്ലാം സംഘടിപ്പിക്കപ്പെട്ടു. കാസർഗോഡ് ജില്ലയിലൂടെ വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം കർണാടകത്തിലേക്ക് പ്രവേശിക്കുകയും പൂർവ്വസൂരികളുടെ സങ്കല്പമനുസരിച്ച് ഗോകർണം മുതൽ കന്യാകുമാരി വരെ എന്ന പൂർവ്വ കേരളത്തിൻ്റെ സങ്കല്പത്തെ സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് രഥം ഗോകർണം മഹാബലേശ്വര ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഗോകർണം മഹാബലേശ്വരന് വിശേഷാൽ പൂജാതി കർമ്മങ്ങളും അഭിഷേകവും നിർവഹിച്ച് ഇന്ന് ഇവിടെ ഈ രാമായണ നവാഹയജ്ഞത്തിൻ്റെ വേദിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഭഗവാന്റെ വിഗ്രഹത്തെ ഈ രഥത്തിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഗോകർണം മഹാബലേശ്വര ക്ഷേത്ര ദർശനം നടത്തി ഈ ഭഗവാന്റെ വിഗ്രഹത്തെ അവിടെ സമുദ്ര സ്നാനത്തിന്, ആറാട്ടിന് പങ്കെടുപ്പിക്കുകയും ചെയ്തു. ഗോകർണത്ത് സമുദ്ര സ്നാനം നടത്തി ഈ വിഗ്രഹവും രഥത്തിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം അവിടെ നിന്നും നേരെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ അർച്ചകൻ ഗോവിന്ദ അടിക ക്ഷേത്ര ശ്രീകോവിൽ നിന്ന് പകർത്തിയെടുത്ത ഭദ്രദീപം രഥത്തിലുള്ള അഖണ്ഡ ജ്യോതിയിലേക്ക് ദയിപ്പിക്കുക എന്നുള്ളതായിരുന്നു പിന്നീട് നടന്ന ചടങ്ങ്. അതിനുശേഷം ദക്ഷിണ കർണാടകത്തിലെ ഉടുപ്പി, കൂർഗ് തുടങ്ങിയിട്ടുള്ള ജില്ലകളിലൂടെ, കർണാടകത്തിലെ 4 ജില്ലകളിലൂടെ രഥം പരിക്രമണം നടത്തുകയും 2 സമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം വയനാട്ടിലൂടെ മാർച്ച് മാസം 31-ാം തീയതി തമിഴ്നാട് ഗൂഡല്ലൂരിലേക്ക് പ്രവേശിച്ചു. തമിഴ്നാട്ടിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന 11 ജില്ലകളിലൂടെ യാത്രയായിരുന്നു. അതിൽ തന്നെ ഊട്ടി, കോയമ്പത്തൂർ, മധുര, പഴനി, രാമേശ്വരം, കന്യാകുമാരി എന്നീ വിവിധ ക്ഷേത്രങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ വിപുലമായ രീതിയിലുള്ള സ്വീകരണ പരിപാടികളുണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും വിശേഷിച്ച് പറയേണ്ടത് മധുര മീനാക്ഷി അമ്മയുടെ ശ്രീകോവിൽ നിന്നും ക്ഷേത്രം തന്ത്രി പകർത്തി നൽകിയ ഭദ്രദീപം നമുക്ക് രഥത്തിൽ പ്രതിഷ്ഠിക്കാനായി എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, കോയമ്പത്തൂരിലാകട്ടെ, മധുരയിലാകട്ടെ, അവിടങ്ങളിലെല്ലാം തന്നെ
വലിയ രീതിയിലുള്ള സ്വീകരണങ്ങളും സമ്മേളനങ്ങളും പൊതുപരിപാടികളും എല്ലാം തന്നെ സംഘടിപ്പിക്കുവാൻ ഗുരുകടാക്ഷം കൊണ്ട് സാധിച്ചു. അതിനുശേഷം രഥം മധുര മീനാക്ഷി അമ്മയുടെ ദർശനത്തിന് ശേഷം രാമേശ്വരത്തേക്ക് എത്തിച്ചേരുകയും രാമേശ്വരത്ത് സാഗര പൂജ നിർവഹിച്ച് ഈ നവാഹ വേദിയിൽ വെച്ചിരിക്കുന്ന വിഗ്രഹത്തെ അവിടെയും പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കുകയും സാഗര പൂജ നിർവഹിച്ച് സാഗരത്തിൽ ഭഗവാന് ആറാട്ട് നടത്തുവാനും സാധിച്ചു. അതുമാത്രവുമല്ല, ഈ വിഗ്രഹം രാമേശ്വരത്തെ 21 കോടി തീർത്ഥത്തിലും കോടി തീർത്ഥത്തിലും അഭിഷേകം നടത്തുവാനും ഗുരുകടാക്ഷം കൊണ്ട് സാധിക്കുകയുണ്ടായി. അതിനുശേഷം നേരെ രഥം കന്യാകുമാരിയിൽ എത്തിച്ചേരുകയും കന്യാകുമാരിയിലെ ത്രിവേണി സംഗമത്തിൽ വെച്ച് ഭഗവാന് പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും ഭഗവാൻ ആറാട്ടം നടത്തുന്നതിനും സാധിച്ചു. തുടർന്ന് കന്യാകുമാരി ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പകർത്തിയെടുത്ത ഭദ്രദീപവും രഥത്തിൽ സമന്വയിപ്പിച്ചതിന് ശേഷം ആണ് രഥം ഏപ്രിൽ മാസം 8-ാം തീയതി ചെറുകോടങ്ങാടിയിൽ മഹാമണ്ഡലേശ്വർ ഉദ്ഘാടനം ചെയ്ത സമ്മേളന വേദിയിലേക്ക് എത്തിച്ചേർന്നത്. ഒരർത്ഥത്തിൽ കൊല്ലൂർ മൂകാംബിക ദേവീ ക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പകർത്തിയെടുത്ത ഭദ്രദീപവും മധുര മീനാക്ഷി അമ്മയുടെ ശ്രീകോവിലിൽ നിന്ന് പകർത്തിയെടുത്ത ഭദ്രദീപവും കന്യാകുമാരി ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്ന് ദേവീക്ഷേത്ര ശ്രീകോവിലിൽ നിന്ന് പകർത്തിയെടുത്ത ഭദ്രദീപവും സമന്വയിപ്പിച്ചിട്ടുള്ള ജ്യോതിയും, അതുപോലെ തന്നെ ഗോകർണം മഹാബലേശ്വരന്റെ സന്നിധിയിൽ ആറാട്ട് നടത്തുകയും രാമേശ്വരത്ത് ആറാട്ട് നടത്തുകയും കന്യാകുമാരിയിൽ ആറാട്ട് നടത്തുകയും ചെയ്ത ശ്രീരാമ വിഗ്രഹവുമാണ് ഏപ്രിൽ മാസം 8-ാം തീയതി വൈകുന്നേരം ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നത്. ആ മഹാസങ്കല്പം, ഭഗവതി സങ്കല്പവും മഹാദേവ സങ്കല്പവും സമന്വയിച്ചുകൊണ്ട് ആ ജ്യോതിയാണ് രാമായണ നവാഹയജ്ഞത്തിൻ്റെ യാഗശാലയിൽ ഭദ്രദീപമായിട്ട് ഏപ്രിൽ മാസം 9-ാം തീയതി രാവിലെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. പൂർവ്വസൂരികളായിട്ടുള്ള ഗുരുക്കന്മാർ, വിശിഷ്യ പരമപൂജനീയ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപാദങ്ങളുടെ സങ്കല്പം കൊണ്ട്, ആ ഒരു സങ്കല്പശക്തി കൊണ്ട്, അനുഗ്രഹം കൊണ്ട്, നീലകണ്ഠ ഗുരുപാദരുടെ സങ്കല്പശക്തി കൊണ്ട്, അനുഗ്രഹം കൊണ്ട് മംഗളമായിട്ട് തന്നെ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ ഭഗവത് അനുഗ്രഹം കൊണ്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഏറ്റവും ധന്യമായിട്ടുള്ള മുഹൂർത്തം എന്ന് ചിന്തിക്കേണ്ടത് ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിൽ പൂജനീയ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങൾ തുടക്കം കുറിച്ച വിഭാവനം ചെയ്ത രാമായണ നവാഹയജ്ഞത്തെ രാമായണം എന്താണ് എന്ന് പോലും അറിയാത്ത വടക്കൻ കേരളത്തിലേക്ക്, അഥവാ രാമായണത്തിൻ്റെ പ്രാധാന്യമോ തത്വമോ അറിയാത്ത വടക്കൻ കേരളത്തിലേക്ക് എപ്രകാരമാണ് അതിൻ്റെ പ്രചരണം എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്ന് ചിന്തിച്ച സമയത്താണ് രാമായണ നവാഹയജ്ഞം എന്നുള്ള ഒരു പദ്ധതി നടപ്പിൽ വരുത്തണമെന്നൊരു ചിന്ത ഭഗവാന്റെ കൃപ കൊണ്ട് ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് ശ്രീ വട്ടപ്പാറ സോമശേഖരൻ സാറുമായിട്ട് മുമ്പൊരിക്കൽ സംസാരിച്ചപ്പോൾ നമ്മൾ ആദ്യം നിശ്ചയിച്ചത് ഇവിടെ എല്ലാ വർഷവും നവരാത്രിക്ക് 9 ദിവസങ്ങളിൽ 9 പകലുകളിൽ വിശേഷാൽ ഹോമാദി കർമ്മങ്ങളും പൂജാതി കർമ്മങ്ങളും ഒക്കെ നടക്കാറുണ്ട്. ആ 9 ദിവസവും നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് തന്നെ നവാഹം നടത്താമെന്നൊരു ചിന്ത ആദ്യം ഉണ്ടായപ്പോൾ ശ്രീ പൂജപ്പുര സാറുമായിട്ടും അതുപോലെ വട്ടപ്പാറ സ്വാമി സാറുമായിട്ടും സംസാരിച്ചപ്പോൾ ആ സമയത്ത് അവിടെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലും മറ്റും പരിപാടികൾ നടക്കുന്നത് കൊണ്ട് വരുവാൻ വേണ്ടിയിട്ടുള്ള പ്രയാസം അറിയിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് അവസരത്തിലാവാമെന്ന് ചിന്തിച്ചപ്പോഴാണ് വാർഷികത്തോടനുബന്ധിച്ച് നടത്താൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചത്. അപ്രകാരം നിശ്ചയിക്കുകയും വാർഷികത്തിന് രഥയാത്ര സമംഗളം പൂർത്തീകരിച്ച് ഇവിടെ എത്തിയതിൻ്റെ പിറ്റേ ദിവസം ആരംഭിക്കണം എന്ന് ചിന്തിക്കുകയും ചെയ്തു. അങ്ങനെ സാറുമായിട്ട് സംസാരിച്ച് ഡേറ്റെല്ലാം തീരുമാനിച്ച് ആ ഡേറ്റ് ഓരോ ദിവസവും തീരുമാനിച്ചപ്പോഴാണ് അത്ഭുതം എന്നവണ്ണം, ഒരു കടാക്ഷം എന്നവണ്ണം ഒരു കാര്യം മനസ്സിലായത്. ഈ സമാപന ദിവസം തൃക്കേട്ട നക്ഷത്രമാണ് എന്നുള്ളത്. പൂജനീയ ജഗദ്ഗുരു ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിലെ രാമനവമി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നത് ശ്രീരാമനവമി രഥയാത്ര ആശ്രമത്തിൽ എത്തിയതിനു ശേഷം രാമായണ നവാഹയജ്ഞവും, ആ രാമായണ നവാഹയജ്ഞത്തിന്റെ സമാപനം ഗുരുസ്വാമിയുടെ ജന്മനക്ഷത്രമായ തൃക്കേട്ട നാളിലുമാണ് എന്നുള്ളത് വട്ടപ്പാറ സാർ ഓർമ്മിക്കുകയും ഗുരുകടാക്ഷം കൊണ്ട് അത്തരത്തിൽ തന്നെ നമുക്ക് അത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയതി ഗുരു തരികയും ചെയ്തു എന്നുള്ള ബോധ്യം ഉണ്ടാവുകയാണ് ഉണ്ടായത്. എന്തായാലും ആ ഒരു സങ്കല്പം കൊണ്ട്, ഗുരുകടാക്ഷം കൊണ്ട് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മംഗളമായിട്ട് തന്നെ തീർക്കാൻ സാധിച്ചു. ഇനി അങ്ങോട്ടുള്ള കാര്യവും അവരുടെ കൈകൾ കൊണ്ട് തന്നെ, അവരുടെ സങ്കല്പം കൊണ്ട് തന്നെ പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വേളയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത്, ഏറ്റവും വന്ധ്യരായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള, പണ്ഡിതരായിട്ടുള്ള, ചെങ്കോട്ടുകോണം ആശ്രമമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ഇത്രയും മഹാത്മാക്കളുടെ കൂടെ ഇവിടെ ഒത്തുചേരാൻ സാധിച്ചു എന്ന് തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം രാമായണ നവാഹം എന്ന ആ ഒരു യജ്ഞം ഇവിടെ നടത്തണമെന്ന് ആഗ്രഹിച്ചപ്പോൾ
ഇത്രയും മംഗളമായിട്ട് ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സഭ ഇവിടെ ഉണ്ടാകുമെന്ന് പോലും സ്വപ്നവി ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ അഭിഷേകം നടക്കുമ്പോഴാണെങ്കിലും അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ഓരോരോ ചടങ്ങുകളാണെങ്കിലും അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. നാളെ മുതൽ അതില്ല എന്ന് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിഷമമുണ്ട്. കാരണം ഇനി ഒരു വർഷം കഴിയണം ഭഗവാനെ സേവിക്കാൻ എന്നൊരു ചിന്ത മനസ്സിൽ വരികയാണ്. ഈ ഒരു വേദിയിൽ വടപ്പാറ സ്വാമി സാറാണെങ്കിലും അതുപോലെ തന്നെ മാങ്കുളം വെഞ്ഞാറമൂട് സ്വാമി, രാമപാദാനന്ദ സ്വാമി, അതുപോലെ രാമാനന്ദ സ്വാമി, ബോംബെ രാമാനന്ദ സ്വാമി, അതുപോലെ തന്നെ PPM നായർ സാർ, അതുപോലെ സ്വാമി നമ്മുടെ ശോഭാനന്ദ സരസ്വതി സ്വാമികൾ, പിന്നെ അതുപോലെ വിജയകുമാർ സാർ, ഇവരൊക്കെ ആണെങ്കിലും സ്വാമിജിയുമായിട്ടുണ്ടായിരുന്ന അഭേദ്യമായ ബന്ധം, അവരൊന്നും സ്വാമിജിയോട് അടുത്തു നിന്നതിൻ്റെ 1000 അംശം പോലും സ്വാമിയുടെ ശരീരത്തോടും ചേർന്ന് നിൽക്കാൻ, സ്വാമിയുടെ സങ്കല്പത്തോടെങ്കിൽ സ്വാമിയുടെ ആ ഒരു എന്താ പറയുക സ്വാമിയുടെ ശരീരത്തോട് അടുത്ത് നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കേവലം സ്വാമിജിയെ ഞാൻ കണ്ടതിന് ശേഷം 3 വർഷം കഴിഞ്ഞപ്പോൾ സ്വാമി സമാധി ഉണ്ടാവുകയാണ് ചെയ്തത്. 2003 സ്വാമിജിയെ സ്വശരീരത്തോടുകൂടി ഞാൻ കാണുന്നത്. 2006 സ്വാമി സമാധിയാവുകയും ചെയ്തു. പക്ഷെ 2000 മുതൽ സ്വാമിയുടെ ധ്യാന ശ്ലോകങ്ങളും ജപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ശരീരത്തോടു കൂടിയിട്ട് സ്വാമിജിയെ കാണുന്നത് 2003 2006 സ്വാമിജി സമാധിയാവുകയും ചെയ്തു. എപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷമം എന്ന് പറയുന്നത് സ്വാമിജിയോട് കൂടുതൽ ഇടപെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ, ഈ മഹാത്മാക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ, സ്വാമിജിയെ അത്ര കാലം മുമ്പ് തന്നെ സേവിക്കാൻ അവസരം കിട്ടിയ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അത് തന്നെ വലിയൊരു പുണ്യമായിട്ടും സുഹൃതമായിട്ടും ഒക്കെ മനസ്സിൽ നിറയുകയാണ്. ഈ ഒരു നിറഞ്ഞ മനസ്സുകൊണ്ട് നിറഞ്ഞ സദസ്സിൽ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു ആശ്രമത്തിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പ്രയാണത്തിനും ഈ മഹാത്മാക്കളുടെ സാന്നിധ്യവും അവരുടെ സങ്കല്പവും അവരുടെ പ്രാർത്ഥനയും എല്ലാം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു, ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യക്രമങ്ങൾക്കും ആ ഗുരുകടാക്ഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ ഒരു സമാപന സദസ്സിൽ ഇവിടെ കൂടിയിരിക്കുന്ന സത്തുക്കളായിട്ടുള്ള ഇവരുടെ സത്സംഗം നമുക്ക് ആവശ്യമാണ്. ഈ 9 ദിവസവും നമ്മൾ സത്സംഗം കേട്ടു. എന്നിരുന്നാലും ഈ ഒരു സമാപന സദസ്സിൽ സത്സംഗം കേൾക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വേറെ തന്നെയാണ്. അവരെ നമുക്ക് ഈ ആശ്രമത്തിൻ്റെ നാമധേയത്തിൽ ആദരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി വരും വർഷങ്ങളിലും ദീർഘായുസ് എല്ലാവർക്കും നൽകിക്കൊണ്ട് വരും വർഷങ്ങളിൽ നവാഹയജ്ഞത്തിൻ്റെ വേദികളെ അലങ്കരിക്കുന്നതിനും വേദികളെ ധന്യമാക്കുന്നതിനും അവർക്കെല്ലാവർക്കും ഗുരുകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടൊരു പ്രാർത്ഥന കൂടെ നടത്തിക്കൊണ്ട് അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഈ ഒരു സഭ അധ്യക്ഷ ഭാഷണം നടത്തിയതായിട്ട് പ്രഖ്യാപിക്കുകയും തുടർന്ന് അങ്ങോട്ട് സത്സംഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും അതേപോലെ ക്ഷണിക്കുകയും ചെയ്യുന്നു. ആദ്യം നമ്മുടെ ആശ്രമത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള രാമപാദാനന്ദ സരസ്വതി സ്വാമികളാണ്. അദ്ദേഹം വെഞ്ഞാറമൂട് മാങ്കുളത്ത് സത്യാനന്ദ ആശ്രമം എന്ന ആശ്രമത്തിലാണ്. എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടി എപ്പോഴെല്ലാം കാണുമ്പോഴൊക്കെ സ്നേഹത്തോടുകൂടിയും വാത്സല്യത്തോടുകൂടിയും മാത്രം പെരുമാറുകയും ഏത് കാര്യത്തിലും ചെയ്യേണ്ടത് എന്ത്, ചെയ്യാൻ പാടില്ലാത്തത് എന്ത് എന്ന് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ട കാലം മുതൽ തന്നെ. അതുകൊണ്ട് തന്നെ എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള സ്വാമിജിയെ ഒരു 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജയ് സാർ. സുഗുരുഭ്യോ നമഃ. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കാമക്രോധാരവിരദോക്ഷമപാസ്യ രാമനാമാക്ഷരാമൃതഗണൈർഹൃദയം നിഷിഞ്ചൻ യസ്വാദ്യനുഗ്രഹപദേന ദിവം വിവേശ തം നീലകണ്ഠഗുരുപാദമനുസ്മരാമി. വിഗ്രഹേ രാമചന്ദ്രസ്യ വിലയേ ബോധചേതസാ അഹം ബ്രഹ്മേതി വേദാന്ത തത്വബോധസ്വരൂപിണേ വിഭൂതിമാത്രദാനേന സർവാനുഗ്രഹദായിനേ ശ്രീനീലകണ്ഠശിഷ്യായ സത്യാനന്ദായ തേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജം ഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം
നമാമി വിഘ്നേശ്വരപാദപങ്കജം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ ഓം സഹനാ ഭവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാ